അതുകൊണ്ട് തന്നെ ഞാനിതെന്റെ തലയിൽ നിന്ന് എടുത്ത് കളഞ്ഞു. മോള് സങ്കടത്തോടെ പോയതുകൊണ്ട് എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു. മാഡത്തിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നെ? ഞാൻ വന്നപ്പോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മോള് പോയി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം കിടന്നു. ചിലപ്പോ അതിന്റെ ആവും. അല്ല അല്ല, അമൃത മാഡത്തിനൊന്ന് ഫോൺ കൊടുത്തേ. ഞാൻ ഫോൺ സ്പീക്കറിലിടാം. അമൃത അടുത്തുണ്ട്. അമൃത മാഡം, പ്രീത മാഡത്തിന് എന്തെങ്കിലും അസുഖം ഉണ്ടോ? എനിക്ക് സംസാരിച്ചപ്പോ വയ്യാത്ത പോലെ തോന്നി. അമ്മയും മോള് സംസാരിക്കുന്നത് ഞാനും കേട്ടിരിക്കയല്ലേ. കിടന്നെഴുന്നേറ്റപ്പോഴേ ശബ്ദമൊന്നും അടച്ചിട്ടുണ്ട്, അല്ലാതെ അസുഖമൊന്നുമില്ല. നന്നായിട്ട് നോക്കിക്കോളണേ. ഞാൻ സ്വപ്നത്തിൽ കാണുന്ന അമ്മയൊന്നും അല്ല, എന്റെ ശരിക്കുള്ള അമ്മയാ. എന്തെങ്കിലും ചെറിയ അസുഖം ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് മാറിക്കോളും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ നാളെ അങ്ങോട്ടേക്ക് വരാം. ശരി മോളെ. ചെറിയൊരു ശബ്ദവ്യത്യാസം പോലെ അവള് തിരിച്ചറിയും ശ്യാമേ. സ്വപ്നത്തിലെ അമ്മയല്ല, ശരിക്കുള്ള അമ്മയാന്നേ. ആ നാവിൽ ഈശ്വര വെച്ചുകൊടുത്തയാ ശ്യാമയുടെ മനസ്സ് തണുക്കാൻ. സ്വന്തം മകളെ കാണാൻ ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വരുന്നത് വിചിത്രമായൊരു കാര്യം. എന്നാലും അവൾ അടുത്തുണ്ടല്ലോ.